എല്ലാവർക്കും അനു ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. കുറേ പേരെന്നോട് ചോദിച്ചു ആരാനു എന്ന്. ഞാനാണ് കേട്ടോ അനു ഫ്ലവി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നൊസ്റ്റാൾജിക് സ്നാക്സായ വെട്ട് കേക്കായിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും എന്ത് ഇത്ര എനിക്ക് അതിനോട് നൊസ്റ്റാൾജി എന്നല്ലേ. ഞാൻ പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ എനിക്ക് എപ്പോഴും ഉണ്ടാക്കി തരുമായിരുന്നേ. അമ്മ കുറേ കാര്യങ്ങളുണ്ടാക്കും, കുടലപ്പം, അച്ചപ്പം, അവലോസുണ്ട. പക്ഷെ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം വെട്ട് കേക്കാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? വെട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദ, 7 ഏലക്ക പൊടിച്ചത്. അത് തൊലി കളഞ്ഞിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഏലക്കയ്ക്ക് ഒത്തിരി പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുന്ന കേട്ടോ, അത് കാരണം തൊലി കളഞ്ഞിട്ട് യൂസ് ചെയ്യുക ഏറ്റവും സേഫ്. ഒരു 3-4 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ് മതി കേട്ടോ, ഒരു 4 നുള്ളു ഉപ്പ് ഇട്ടാൽ മതി. ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേറൊരു ബൗൾ എടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും, പഞ്ചസാര പൊടിച്ച് തന്നെ ഇടണേ. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും, ഞാനിവിടെ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്തേക്കുന്നത്, എന്ത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല, ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി, ബീറ്റർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ എഗ് മിക്സ്ചർ, ഈ ഫ്ലോർ മിക്സ്ചറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. ഇനി എക്സ്ട്രാ വെള്ളമൊന്നും വേറെ ഒഴിച്ചേക്കില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആദ്യം നമ്മൾ ഓയിൽ ഒഴിച്ചപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചാൽ പോരായിരുന്നു എന്നല്ലേ. അപ്പോൾ ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിൽ നിന്ന് വിട്ട് കിട്ടാനൊക്കെ ഒരു എളുപ്പമുണ്ട്, കുഴച്ചെടുക്കാൻ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ എഗ്ഗിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാകും. ചിലത് എഗ്ഗ് വലുതാണെങ്കിൽ ഇങ്ങനെ ലൂസായിട്ട് പോകും. അപ്പോൾ അങ്ങനെ ലൂസായിട്ട് പോകുന്നെങ്കിൽ നമുക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതി. പിന്നെ അതേപോലെ ചെറിയ എഗ്ഗാണെങ്കിൽ പിന്നെ ടൈറ്റായിട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഭയങ്കര ടൈറ്റായിട്ടിരിക്കുകയാണെങ്കിൽ ചെറിയ ചൂട് പാലൊഴിച്ചിട്ട് കുഴച്ചാൽ മതി, വെള്ളമൊന്നും ഒഴിച്ചേക്കല്ലേ. ഏകദേശം നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലായിരിക്കണം കേട്ടോ. ഇപ്പം നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് തോന്നുവാണെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതോർത്ത് വിഷമിക്കേണ്ട, കയ്യിൽ ഒട്ടിപ്പിടിച്ചല്ലോ, വെള്ളം കൂടിപ്പോയല്ലോ, അങ്ങനെ ഓർക്കേണ്ട. കുറച്ച് ഒട്ടിപ്പിടിക്കും നമ്മുടെ കയ്യിൽ. അപ്പം നന്നായിട്ട് കുഴച്ചെടുക്കണേ. അപ്പോൾ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോൾ കൈ ഒന്ന് കഴുകിയിട്ട് വന്നിട്ട് കുറച്ച് ഓയിൽ കയ്യിലാക്കിയിട്ട് പിന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഈ ഒട്ടിപ്പിടിച്ച് കയ്യിലോട്ട് വീണ്ടും ഇങ്ങനെ ആക്കുമ്പോൾ കയ്യിൽ വീണ്ടും വീണ്ടും ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ കൈ കഴുകിയിട്ട് വന്ന കാരണം കണ്ടോ, അധികം ഒട്ടിപ്പിടിക്കുന്നില്ല കയ്യിൽ. ഇനി നമുക്ക് ഇത് ഒന്ന് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇത് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി തുടച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക ഏറ്റവും എളുപ്പം. അപ്പോൾ ഞാൻ ഈ ഡോ 2ആക്കി എടുക്കുന്നുണ്ട്. ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. 1ആക്കിയാലും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ 2ആക്കും എളുപ്പം. നമ്മൾ ഉണ്ടാക്കി വെച്ച ഡോവിൻ്റെ പകുതി എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചുകൊണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ പയ്യെ അങ്ങോട്ട് റോൾ ചെയ്തെടുത്താൽ മതി. കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുമൊന്നുമില്ല ഓയിലൊക്കെ ഒഴിച്ച കാരണം. നമ്മളിങ്ങനെ റോൾ ചെയ്യുമ്പോൾ നോക്കണം ഏത് ഭാഗത്താണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ വെച്ചിട്ട് റോൾ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം ഇങ്ങനെ കട്ടി കുറഞ്ഞ് മറ്റേ ഭാഗം ഭയങ്കര കട്ടിയായിട്ടും ഇരിക്കും. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മറച്ചിടാം. ഇനി നമുക്കിതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ കേക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ വലുതാക്കി ഇഷ്ടമുള്ളെങ്കിൽ അതുപോലെ കട്ട് ചെയ്തെടുത്തോളേ. ഇനി ഓരോ പീസ് എടുത്തിട്ട് നടുക്കോടെ ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം കട്ട് ചെയ്യുമ്പോൾ ഫുള്ള് താഴെ വരെ കട്ട് ചെയ്യില്ലേ, ഒരു ഹാഫ് ആകുമ്പോൾ നിർത്തണേ. മോള് ഭാഗം മാത്രമാണ് കട്ടായിട്ട് പോകുന്നത്, അടിഭാഗം വരെ എത്തല്ലേ, പിന്നെ അത് മുറിഞ്ഞു പോകുമല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റാം.
അപ്പോൾ കണ്ടോ ഏകദേശം ഈ ഒരു കട്ടിയിലാണ് ഇരിക്കുന്നത് കേക്ക്. ഒരുപാട് കട്ടിയിലാക്കരുത്, അപ്പോൾ പിന്നെ നമുക്ക് വെന്ത് കിട്ടാൻ കുറച്ച് പാടാവേ. അപ്പോൾ ഈ ഒരു കട്ടിയിലെടുത്താൽ മതി. അപ്പോൾ ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ പീസ് ഇട്ട് നോക്കാം ചൂടായെന്നറിയാൻ വേണ്ടി. ഭയങ്കര ചൂടാവരുത് കേട്ടോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പുറം പെട്ടെന്ന് അങ്ങോട്ട് കരിയും, അകത്ത് വേവത്തുമില്ല. അപ്പം നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ മീഡിയം ചൂടിൽ ഒരു ലോ ടു മീഡിയത്തിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം മറന്നു പോകണ്ട, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോട്ടോ. ഭയങ്കര തീയിടല്ലേ. അപ്പോൾ കണ്ടോ ഏകദേശം ഈ കളറാകുമ്പം ഇപ്പോൾ ഇന്ന് കുക്കായിട്ടുണ്ട്. ഈ കളറാകുമ്പോൾ നമുക്കിനി ഓയിലിൽ നിന്ന് എടുക്കാം. നമുക്കൊരു അരിപ്പ പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഓയിലൊക്കെ പൊക്കോളൂ അതിൽ നിന്ന്. അങ്ങനെ നമുക്ക് എല്ലാ കേക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല നാടൻ സ്റ്റൈലുള്ള വെട്ട് കേക്ക് റെഡിയായി. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണം കേട്ടോ. കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ അനു ഫ്രം AFC.